ആ കാണുന്ന അമ്പലമാണോ നീ പറഞ്ഞ അമ്പലം? ആ അത് അമ്പലം. ഇത് കണ്ടോ, തേയില ലൈനായിട്ട് തേയില വെച്ചിട്ട് അതിന് ഇടയ്ക്ക് കൂടെ കവുങ്ങ് നിൽക്കുന്നുണ്ടോ? നല്ല രസമല്ലേ? നല്ല സീനറി അല്ലേ? പക്ഷെ അതിനകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല, മുള്ളുവേലി ഇട്ടേക്കുവാ. ആണോ? എന്നാ പിന്നെ അത് നല്ലതായ സ്ഥലമായതുകൊണ്ട് ആൾക്കാർ കയറി നശിപ്പിക്കാതിരിക്കാനായിട്ട് അവര് അങ്ങനെ തോന്നുന്നു. നല്ല രസമല്ലേ? നല്ല സീനറിയാ. ഇത് നല്ല രസമാട്ടോ ഇവിടെ കാണാനായിട്ട്. ഒരു സൈഡ് തേയിലത്തോട്ടവും അതിനകത്തൂടെ നല്ല മരങ്ങളും. കാറ്റ് വേണ്ട. ആ ചാച്ചന് കാറ്റ് വേണ്ടെന്ന്. അത് നിർത്തിക്കും. നിർത്തി. ഇത് കണ്ടോ, നല്ല രസമല്ലേ കാണാൻ? എന്നാ സീനറി അല്ലേ? കമുകൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇല്ലിക്കാറുണ്ട് താഴെവശം. പിന്നെ ഇത് കണ്ടോ, ഇവിടെ അങ്ങ് തിരിയുമ്പോൾ കണ്ടോ മേടിക്കണ്ടോ ഈന്തപ്പനയില്ലേ, ഈ പാമോയിലിന്റെ പനയില്ലേ, പാമോയിലിന്റെ പനയായി വെച്ചേക്കുന്നത്. ഇതിനകത്തൂടെ വെച്ചേക്കുന്നത് നല്ല അടിപൊളി സീനറിയാണ്. നല്ല രസമുണ്ട് കാണാൻ. അതായത് പാമോയിൽ ഉണ്ടാകില്ലേ അമ്മ, പാമോയിലിന്റെ പനയാണത്. അതിൽ കായ ഉണ്ടാവും. ഇത് കണ്ടോ, അതേ കായുണ്ട്. ആ കിടക്കുന്ന അത് കണ്ടോ, ഇത് കണ്ടോ, അതേ കായുണ്ട്. ഏറ്റവും ടോപ്പിൽ കണ്ടോ, ആ കായ എടുത്താണ് പാമോയിൽ ഉണ്ടാക്കുന്നത്. നല്ല രസമല്ലേ? അവിടുത്തെ ആ കവുങ്ങുത്തോട്ടം കണ്ടോ, അതിനകത്തൂടെ കവുങ്ങൊക്കെ നിൽക്കുന്നത്. നല്ല രസമാണ്. ഇവിടെ ഇതാണ് ഈ കരിന്തരുവി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കരിന്തരുവി പാലം. ഈ പാലം പണിയുന്നതിന് മുന്നേ ഇതിലെ വലത്തോട്ട് വേറൊരു വഴി ഉണ്ടായിരുന്നത്. ഒരു പഴയ പാലം. അത് ചെറിയൊരു പാലമാണ്. അതിൽ 2 വണ്ടിയൊക്കെ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതുണ്ട്, ഈ വലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ട്. ഈ വഴിയെ പോകും. അപ്പോൾ അപ്പുറത്ത് ചെന്നേച്ചായിരുന്നു പിന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഈ പാലം പണിത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല സെറ്റപ്പായി വഴി. കണ്ടോ, കരിന്തരുവി ഗാർഡൻ ഫ്രഷ് ടീ എന്ന് എഴുതി വെച്ചേക്കുന്നതാണ്. അമ്മയ്ക്ക് രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് വിശക്കുന്നു. അമ്മയ്ക്ക് വിശക്കുന്നു തന്നെ എന്തിനാ നീ പറയുന്നത്? അമ്മ പറഞ്ഞാ പോരെ? അമ്മയാ പറയാൻ പറഞ്ഞേ. അമ്മയാണോ? ആണോ? ആഹാ, എന്നാ വേണ്ടേ ഓർഡർ പറഞ്ഞേ? പൊറോട്ടയും ബീഫ് കറി വാങ്ങിച്ചു തരാന്ന് പറയുമെന്ന് ഞങ്ങൾക്ക് അറിയാതെ. നിങ്ങൾ എന്നാ വേണ്ട ഓർഡർ ചെയ്തോ? എല്ലാ സാധനവും നമ്മൾ വാങ്ങിച്ചിരിക്കും, ഉറപ്പാ. ഇല്ലെങ്കിൽ പിന്നെ അവസാനം കഴിക്കും നമ്മൾ. ഏതെങ്കിലും വീട്ടിൽ കയറി ചെന്നിട്ട് ചേച്ചി ശകലം ചോറ് എന്ന് നമ്മൾ പറയും. അതാ പറഞ്ഞേ. ഇന്ന് ഒരു കട പോലും കാണുകയില്ല. കണ്ടോ, നോക്കാം. കുട്ടിക്കാനം ചെന്നിട്ട് നോക്കാം നമുക്ക്. ഓപ്പൺ കിച്ചൺ ഉണ്ടോ നോക്കാം. നമുക്ക് പോയി നോക്കാം കേട്ടോ. അമ്മച്ചിക്ക് വിശക്കുന്നുണ്ടോ അമ്മച്ചി? ആ, നമുക്ക് ആ കൊണ്ടുവന്ന് ഉപ്പേരി എടുത്ത് തിന്നാലോ. അല്ല ഒന്നുമില്ല, നമുക്ക് ആ ഉപ്പേരി എടുത്ത് തിന്നാം. വെള്ളമുണ്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ പച്ചവെള്ളമല്ല, ചൂടുവെള്ളമൊക്കെ ഇരിപ്പുണ്ട്. അമ്മച്ചിക്ക് ചിരി വരുന്നു. വെയിലത്തിറക്കി നിർത്തി. നിങ്ങൾ വെയിലത്തിറങ്ങിയപ്പോ അമ്മച്ചി പറഞ്ഞറിയാവോ? അവര് വരുന്ന വണ്ടി എടുത്ത് നമുക്ക് പോയത്. എന്റെ ദൈവമേ, അമ്മച്ചി വിചാരിച്ചാ ഇപ്പൊ വേണമെങ്കിലും വണ്ടി ഓടിക്കും. അമ്മച്ചിക്ക് എന്നാന്നറിയാം, അമ്മച്ചിക്ക് ഒന്നിനും ഒരു മടിയില്ല. എല്ലാ കാര്യവും അമ്മച്ചി കറക്റ്റായിട്ട് ചെയ്യും. ഗ്രൗണ്ടിൽ കൂടെയോ? അല്ലെന്ന് അവിടെ പെണ്ണുങ്ങള് ഗ്രൗണ്ടിലിട്ട് പഠിക്കാനായിട്ട് വണ്ടിയായിട്ട് വന്നായിരുന്നു അല്ലേ?
ആ അന്നേരം അമ്മച്ചിയെ കൊണ്ട് ഓടിപ്പിച്ചോ? ആ അത് കൊള്ളാലോ. അതാരാ ആള് കണ്ടുപിടിക്കണമല്ലോ. അടുത്തിരുന്നോളാൻ അമ്മച്ചി പറഞ്ഞോ? ആ പറഞ്ഞു തരാൻ. ആ എന്നിട്ട് ഗ്രൗണ്ടിൽ കൂടെ അങ്ങ് ഓടിച്ച്. ആ പിന്നല്ല, വെറുതെ അല്ല. കൊച്ചുമക്കളെല്ലാം നല്ലപോലെ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. കൊച്ചുമക്കളൊക്കെ നല്ലപോലെ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ എന്ന്. അമ്മച്ചി ചുമ്മാ പറഞ്ഞായിരിക്കും. അമ്മച്ചി തന്നെ പറഞ്ഞതെന്നറിയാം. അമ്മച്ചി ഓർത്തതേ അമ്മച്ചി ജലജയുടെ വീഡിയോ അല്ല എന്ന് ഒരു ഇത് കാണുകയല്ലേ. അപ്പോൾ എന്നിട്ട് അമ്മച്ചി അവൾ ഓടിക്കുന്ന പോലെ വണ്ടി ഓടിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ. എന്നാൽ അവളോട് ഒരു ട്രിപ്പിന് അമ്മച്ചിയും കൂടെ ലോറിയെ കൊണ്ടുപോകാൻ പറഞ്ഞാലോ? കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവള് കൊണ്ടുപോകും. അമ്മച്ചിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അതാ പറഞ്ഞ, അമ്മച്ചിക്ക് പോകുന്നതിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ചുമ്മാ പോകാനൊന്നും ഞാനില്ല, ഓടിക്കാനാണേലേ ഉള്ളല്ലേ. അത് കൊള്ളാം. എന്നാൽ ഇനി അവള് വരുമ്പോൾ അവളിനി മിക്കവാറും അമ്മച്ചിയുടെ അടുത്ത് ഉടനെ വരും. അപ്പോൾ വരുമ്പം അമ്മച്ചി പറഞ്ഞാൽ മതി കേട്ടോ, വണ്ടി ഓടിക്കാൻ ഞാനും വരുന്നെന്ന് പറയണേ. ആ ഓടിക്കാൻ പോയാൽ ശമ്പളം വേണ്ടേ? ആ അതിപ്പോൾ അവരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടല്ലേ. ആ ശരി. തരണമെന്നുണ്ടെങ്കിൽ തരും. എന്നാൾ വണ്ടി ഓടിക്കാൻ തരണം അല്ലേ? തരണമെന്നുണ്ടെങ്കിൽ തരും. ആ ഇനി വരുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. ഞാനും വരുവാ, വണ്ടി ഓടിക്കാൻ വരുവാന്ന് പറ. ആ അത് കള്ള് കപ്പാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കുന്നുണ്ടല്ലോ കേട്ടോ. ഷാപ്പ് കണ്ടപ്പോഴേ മനസ്സിലായി കള്ള് കപ്പ അല്ലേ. ആ ചകലം കൂടെ ഉണ്ട്, അത് വായിക്കാൻ പറ്റിയില്ല. അമ്മച്ചി ഏതാണ്ടൊക്കെ കണ്ടു. പെട്ടെന്ന് വായിക്കാൻ പറ്റിയത് കള്ള് കപ്പാന്ന് മാത്രമേ പറ്റിയുള്ളൂ. വണ്ടി കൊടുത്തോണ്ട് പോവില്ല. ഞാനവിടെ നിർത്താൻ അവിടെ ഇനി അഥവാ ഇനി ഞാനെങ്ങാനും വണ്ടി അവിടെ നിർത്തിയെങ്കിൽ ഇനി അമ്മച്ചി കള്ള് വേണമെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും ഓർത്താ. ആ അതെ, പോയ പോട്ടെന്ന് നോക്കണം. ഒരാൾ നിങ്ങൾക്ക് മീതിയാവുമല്ലോ. അങ്ങനെ കളഞ്ഞേച്ച് പോകാൻ പറ്റുമോ? ഏലപ്പാറ എന്ന് വാഗമണ്ണ് പോകുന്ന റൂട്ടിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഏലപ്പാറയിൽ നമ്മൾ കുട്ടിക്കാനം കയറുമ്പോൾ താഴേക്ക് ഒരു വ്യൂ പോയിൻ്റാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല രസമാണ്. അത് താഴെ പോകുന്ന വണ്ടികളൊക്കെ വാഗമണ്ണിലേക്ക് പോകുന്ന വണ്ടികളാണ്. നല്ല സീനറി അല്ലേ ഏലപ്പാറ ടൗണിനോട് ചേർന്ന്. ടൗൺ എന്ന നല്ല രസമാണ് കാണാൻ. നമുക്ക് വണ്ടിക്കകത്തേ അവരെല്ലാം ഇരിപ്പുണ്ട്. അവർക്കോരോ അതെല്ലാം പണിക്കാർ താമസിക്കുന്ന ഏരിയകളാണ്. അതൊക്കെ ലയങ്ങളാണ്. പണിക്കാർ താമസിക്കാനുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ, എസ്റ്റേറ്റിലെ ജോലിക്കാർക്കേ. ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ട് നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങി വീഡിയോ ഒക്കെ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. നല്ല പരിപാടികളാണ് കണ്ടോ. അവർ കറങ്ങി നമ്മുടെ ഫോട്ടോ എടുത്തു, നമ്മൾ കറങ്ങി അവരുടെ എടുത്തു. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കേ പായസമുണ്ട് ഇവിടെ ഒരു ചേച്ചി 2 പിള്ളേരും കൂടെ ഒരു പായസക്കട നടത്തുന്നുണ്ട്. ചൂട് പായസം. നമുക്ക് ഇവിടുന്ന് 2 ഗ്ലാസ് ചൂട് പായസം വാങ്ങിച്ച് അമ്മച്ചിക്ക് കൊടുത്തിട്ട് പോകാം എന്നാ. അടപ്രഥമൻ, പാൽപ്പായസം, പയർ അല്ലേ. ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചിട്ട് വരാം. അമ്മച്ചിക്ക് ഏതാ വേണ്ടേ? പാൽപ്പായസമോ? പാൽപ്പായസം മതി. അടപ്രഥമനും പരിപ്പ് പായസം ഒന്നും വേണ്ട. എന്നാൽ പിന്നെ പാൽപ്പായസം വാങ്ങിച്ചേക്കാം. ചാത്തന് വേണോ? ചാത്തന് വേണ്ട. അമ്മച്ചിക്ക് എന്നാ വേണ്ടേ? ആ എന്നാൽ പയർ പായസം 2 മതി അല്ലേ? ചൂട് പായസം ഇതെല്ലാ ദിവസവും ഉണ്ടോ ചേച്ചി? എല്ലാ ദിവസവും ഉണ്ടല്ലേ? ഒരു ഗ്ലാസ് കൊടുത്തരാമോ?
ഇത് കൊടുത്തിട്ട് വരാം. ഇത് പാൽപ്പായസം. ഇതേ നല്ല ചൂടാ. എടി പിടിച്ചേ, നോക്കിയിട്ട് അതിനകത്ത് ഒഴിച്ചു കൊടുക്കും. നല്ല തിരക്കാണ് കേട്ടോ. ഒക്കെ വെള്ളിയാഴ്ച ആയിട്ടാണേലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇഷ്ടംപോലെ പോകുന്നുണ്ട്. പാൽപ്പായസം കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? എന്നാ പയർ പായസം. അമ്മച്ചി പാൽപ്പായസം കുടിച്ചോ അമ്മച്ചി? എങ്ങനെയുണ്ട്? ആ ചൂടാ, കുടിച്ചില്ല. കുടിച്ചു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഒരു ചേച്ചിയും 2 പിള്ളേരും കൂടെ നടത്തുന്ന അവരെല്ലാ ദിവസവും കൊണ്ടുവരും അവിടെ. ഒരു ചേച്ചിയും 2 പിള്ളേരും കൂടെ എല്ലാ ദിവസവും അവിടെ ഉണ്ട്. കുച്ചു നല്ല അടിപൊളി പായസം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ്. വീട്ടിൽ നിന്നുണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ച് കച്ചവടം ചെയ്യുന്നു. എന്നാ ചേച്ചാ? ആ അതെ. നമ്മുടെ എടാ ഇപ്പഴല്ലേടാ പായസം വാങ്ങിച്ചു തന്നേ? അതൊക്കെ ലൈറ്റ് ആയിട്ടൊന്ന് അടങ്ങാൻ ഹോട്ടലിൽ കയറണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഹോട്ടലില്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ എങ്ങനെയും ഒഴിവാക്കി പോകാൻ വെച്ചിട്ടാണ് ഞാൻ പായസം വാങ്ങിച്ചു തന്നെ. രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല. രാവിലെ ദോശ കഴിച്ചായിരുന്നല്ലോ, ഞാൻ കണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല. നീ കഴിച്ചില്ലേ? കഴിക്കാൻ പറഞ്ഞപ്പോ കഴിക്കണായിരുന്നു, ഒന്നും മേടിച്ചു കൊടുക്കണ്ട. പായസം കിട്ടിയപ്പോ ശകലം കഴിച്ചു. അപ്പൊ വിശപ്പ് പിന്നെയും കൂടിയോ? അതെല്ലാം പറഞ്ഞു അടങ്ങിയെന്ന്. ആ കുറച്ച് കഴിച്ചപ്പോ കുറച്ചുകൂടെ കൂടി. കുറച്ച് കഴിച്ചപ്പോ ഇച്ചിരൂടെ വിശക്കുന്നുണ്ട്. ഇനി പോകുന്ന വഴിക്ക് ഹോട്ടലുണ്ടോ എന്ന് നോക്കിയോ കേട്ടോ. ഒന്നും വാങ്ങിച്ച് തരരുതെന്നും കൊണ്ടായിരുന്നു ഇരുന്നത്. അപ്പൊ പിന്നെ ഏതായാലും പായസമായാലും കിട്ടിയില്ലേ? ഹോട്ടല് തപ്പാ. നോക്കാം അവിടെ ഇന്ന് ഓപ്പൺ കിച്ചൺ ഇല്ല, ഇന്ന് ക്ലോസ്ഡ് കിച്ചണാണ്. രാവിലത്തെ പള്ളിയിലൊക്കെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനുവേ ഇഷ്ടം പോലെ ആള് ഇപ്പം റോഡിലായി കേട്ടോ. എല്ലാരും അങ്ങോട്ടും വാഗമണ്ണ അവിടെ എല്ലാം നല്ല തിരക്കാണ്. ഉറുമ്പിക്കരയുടെ ഒരു സൈഡാ. അഡ്വഞ്ചർ പാർക്കൊക്കെ നമ്മൾ കണ്ടില്ലേ? അതിന്റെ ഇങ്ങനെ സൈഡാ. വാഗമണ്ണ് ഫുള്ള് കറങ്ങണമെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും തീരുകയില്ല. ഒത്തിരി ഏരിയ ഉണ്ട്. പക്ഷെ ഭയങ്കര തിരക്കുമായിരുന്നു. ക്രിസ്മസിന്റെ അന്ന് പോയപ്പോഴേ തിരക്കുമായിരുന്നു. മൊട്ടക്കൊന്നല്ലേ കയറിയുള്ളൂ, പക്ഷെ ഒത്തിരി സ്ഥലമുണ്ട് അവിടെ കാണാൻ. ഉണ്ട്. അത് ഒരു ദിവസം കൊണ്ട് കറങ്ങി എടുക്കാൻ പറ്റത്തില്ല. നല്ലപോലെ കാണണമെങ്കിൽ 2-3 ദിവസം നമ്മൾ പോയി തങ്ങി കാണണം, എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. കുറെ ഏരിയ ഉണ്ട് കാണാനായിട്ട്. ഒത്തിരി ഹിഡൻ സ്പോട്ടുകൾ കാണാനുണ്ട് ഈ വാഗമണ്ണെ. പക്ഷെ എല്ലാരും പോകുമ്പം റോഡിൽ പോയി പൈൻ വാലിയും കുറച്ച് ആ റോഡ് സൈഡുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടല്ലേ പോരുന്നത്. വെയിലുള്ളപ്പോ പോവുകയാണെങ്കിൽ പാറ ചെന്ന് കയറുമ്പോഴേ പെട്ടെന്ന് പൊക്കോളൂ, അല്ലേ? ഓടി വീട്ടിൽ പൊക്കോളൂ. അപ്പൊ നല്ല വെയിലുള്ളപ്പോ പോയാ മതി, അല്ലേ അമ്മേ? ഈ കുശുമ്പ് കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ. അമ്മച്ചിക്കോ? അമ്മച്ചിക്ക് കുശുമ്പൊന്നുമില്ല. പറഞ്ഞു കേട്ടില്ലേ വെയിലത്ത് കൊണ്ടുപോകണം. അത് പറച്ചിലൊക്കെ അങ്ങനെ പറയുകയും ചെയ്യുമ്പോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അല്ലേ അമ്മച്ചി? ബാക്കി വീഡിയോയുമായി നമുക്ക് നാളെ കാണാം.